ഓണക്കാലത്ത് മലയാളിക്ക് സദ്യയുണ്ണാൻ തൂശനിലെത്തുന്നത് അങ്ങ് തമിഴ്നാട്ടിൽ നിന്നുമാണ്. ഇത്തവണ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തൂശനിലയുടെ ഉൽപ്പാദനത്തിലും കുറവുണ്ടായി. ഇലയുടെ വിലയിലും വർധനവുണ്ടായി. തേനി ജില്ലയിലെ കമ്പത്തു നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓണസദ്യ രുചികളുടെ സമ്മേളനമാണെങ്കിൽ ആസ്വദിച്ചു കഴിക്കാൻ അത് വിളമ്പുന്നത് തൂശനിലയിൽ തന്നെയാകണം. സദ്യവട്ടത്തിലെ വിഭവങ്ങൾ മാത്രമല്ല, ഇലയും അതിർത്തി കടന്നു വരികയാണ്. പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നുമാണ് കേരളത്തിലേക്ക് തൂശനില എത്തുന്നത്. തേനി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ വിശാലമായ വാഴത്തോട്ടങ്ങളിൽ നിന്നും കർഷകർ വാഴയില ശേഖരിച്ച് വിവിധ തരത്തിൽ മുറിച്ച് വിപണിയിലെത്തിക്കുന്നു. വിടരാത്ത തളിരിലയാണ് മുറിച്ചെടുക്കുന്നത്. ഇലയ്ക്ക് മാത്രമായി നട്ടുവളർത്തുന്ന വാഴത്തോട്ടങ്ങളും തമിഴ്നാട്ടിലുണ്ട്. തൃച്ചിപ്പൂവൻ എന്ന ഇനമാണ് ഇലയുടെ ആവശ്യത്തിന് മാത്രമായി നട്ടുപരിപാലിക്കുന്നത്. നാട്ടുവാഴ, ചക്കവാഴ, ഗ്രാൻഡീൻ ഉൾപ്പെടെയുള്ള പ്രത്യേക ഇനം വാഴകളും ഇലയുടെ ആവശ്യത്തിനായി കൃഷി ചെയ്യുന്നുണ്ട്. ഞാലിപ്പൂവൻ വാഴയിലയ്ക്കും നല്ല ഡിമാൻഡുണ്ട്. മേന്മയേറിയ വടിവത്ത തൂശനില വേണമെങ്കിൽ അത് തമിഴ്നാട്ടിൽ നിന്നും എത്തണം. ഒരു മുഴുവൻ ഇലയിൽ നിന്ന് ഒരു നാക്കില അല്ലെങ്കിൽ തൂശനില മാത്രമാണ് മുറിച്ചെടുക്കാനാവുകയുള്ളൂ. ഇലയുടെ ബാക്കി ഭാഗം ടിഫിനില, പാഴ്സൽ ഇല, റൗണ്ട് പ്ലേറ്റ് എന്നിവയാക്കി മാറ്റുന്നു. 4 ദിവസം വരെ ഇലകൾ വാടാതിരിക്കും. 2 ആഴ്ച മുമ്പ് വരെ 5 രൂപ വിലയുണ്ടായിരുന്ന ഒരു തൂശനിലയ്ക്ക് ഇപ്പോൾ 10 മുതൽ 12 രൂപ വരെയാണ് വില. வாழை இலை கேரள மக்கள் விரும்பி வாங்கிட்டு போகுது. அது மருத்துவ குணம் இருக்கிறதுனால மக்கள் இந்த வாழை இலையை விரும்பி வாங்குது. அப்போ நம்ம இங்கே கம்பத்துக்கு இப்போ நமக்கு இந்த ஃபார்மில் அதே மாதிரி நிறைய ஃபார்மு கம்பெனிக்கு எம்கேஎஸ்க்கு இருக்குது. அந்த ஃபார்ம்லையெல்லாம் போயிட்டு மேடிச்சிட்டு இங்கே நம்ம கம்பெனியில் பேக் ஹவுஸில் போய் மீல்ஸ் லீஃபு, டிஃபன் லீஃபு, பின்னே 11, 12 சைஸு, 10 சைஸு பிளேட்டில் இடுறதுக்கு அங்கே எல்லாமே மேடிச்சிட்டு போகுது. நம்ம இங்கேருந்தே பேக் பண்ணி ஆவணி மாதம், இதுக்கு முன்னாடி ஒரு 10 ദിവസத்துக்கு முன்னாடி ஆடி மாதம் நிறைய காற்றடிக்கும். இது நமக்கு இந்த கேரளா கம்பம் மட்டும் அடிவாரத்தில் இருக்குது, இந்த கம்பம் பள்ளத்தாக்கு. அப்போ காற்றில் நிறைய இலை கிழிஞ்சு போகுது. அதனால இலை குறைவு. ഇത്തവണ മഴക്കാലത്ത് തമിഴ്നാട്ടിലെയും വാഴകൃഷി വ്യാപകമായി നശിച്ചു. ശക്തമായ കാറ്റിൽ ഇലകൾ പൊട്ടുകയും ചെയ്തു. അതിനാൽ വാഴയിലയ്ക്ക് വലിയ ക്ഷാമമുണ്ട്. എന്തായാലും ഓണമിങ്ങെത്തിയാൽ പിന്നെ സദ്യ വേണം. അത് തൂശനിലയിൽ തന്നെയാകണമെന്നതാണ് മലയാളിയുടെ ശീലം. ഓണക്കാലത്ത് കേരളത്തിലേക്ക് തൂശനില ധാരാളമായി എത്തുന്നത് കമ്പത്തെ ശേഖർ കടയിൽ നിന്നാണ്. കമ്പത്തെ ശേഖർ കടയിൽ നിന്നും ക്യാമറമാൻ ഷാജനോടൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.